നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കണ്ണങ്കോൾ ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കലക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യം. സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. തിരച്ചിലിനിടെ കടിഞ്ഞുമുല പാലത്തിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. പുഴയിലെ തിരച്ചിലിനിടെ കടിഞ്ഞുമൂല പാലത്തിന് സമീപത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ മൊബൈൽ ഫോൺ കരയിൽ നിന്ന് ലഭിച്ചിരുന്നു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ വീടിന് സമീപത്തെ പുഴക്കരികിൽ നിന്ന് പാത്രം കഴുകുന്നതിനിടെയാണ് ഇവർ പുഴയിലേക്ക് വീണത്. ഫയർഫോഴ്സ്, സ്കൂബ ടീം, നീലേശ്വരം പോലീസും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. മകൻ ഗുരുപ്രസാദ് പ്രഭു രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് മാതാവ് സാവിത്രിയെ അടുക്കളയിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടത്. അടുക്കളയിലെ ഫൈബർ കസേരയിലിരുന്ന് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയെടുത്ത് ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കസേര ഉരുകി ദേഹത്ത് പറ്റിപ്പിടിച്ച് നിലത്ത് കമിഴ്ന്നു കിടന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. സാവിത്രി ഇത്തരത്തിൽ ജീവനൊടുക്കുവാൻ കാരണമായത് വീട്ടിലെ ടെലിവിഷൻ തകരാറിലായത് മൂലമാണെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു സാവിത്രിയെന്നും എന്നും രാവിലെ 6 മണിക്ക് ഉറങ്ങി എഴുന്നേൽക്കാറുള്ളതാണെന്നും മകൻ ഗുരുപ്രസാദ് പറഞ്ഞു. എഴുന്നേറ്റ ഉടൻ TV കാണാൻ തുടങ്ങും. ഇന്നലെ TV തകരാറിലായതിനെ തുടർന്ന് നന്നാക്കാൻ കൊണ്ടുപോയിരുന്നു. ഇന്ന് തകരാർ പരിഹരിച്ച ശേഷം തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ വീട്ടിൽ TV ഇല്ലാത്തതിനാൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മാതാവെന്നും മകൻ അറിയിച്ചു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിനു കേസെടുത്തു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാശിമഠം ഗുഡയിലെ പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യയാണ് മരണപ്പെട്ട സാവിത്രി പ്രഭു. സംഗീത പൈ മകളാണ്. പുഷ്പാവതി, ഗുരുപ്രസാദ് പൈ എന്നിവർ മരുമക്കളാണ്. പ്രഭ നായക്, രേവതി പൈ, ഉദയകുമാരി, ജയശ്രീ കിണി, കേസരി പ്രഭു എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ടതോടെയാണ് യുവാവ് ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞത്. കാസർഗോഡ് ടൗണിൽ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ടൗണിലെ വ്യാപാരികൾ ഇടപെട്ട് യുവാവിനെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണമിടപാടുമായുള്ള വിഷയത്തെ തുടർന്നാണ് താൻ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞു. കാസർഗോഡ് ടൗണിന് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഇയാൾ പെട്രോൾ വാങ്ങിയത്. ഇയാൾ പെട്രോൾ കുടിച്ചു എന്ന വിവരത്തെ തുടർന്ന് കാസർഗോഡ് ടൗൺ പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് ഇയാളെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണങ്കോൽ
ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കളക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. കണ്ണങ്കോൽ ഊരിൽ നടന്ന ചടങ്ങിൽ സൈക്കിളുകൾ വിതരണം ചെയ്ത ശേഷം കുട്ടികൾക്കൊപ്പം കളക്ടർ സൈക്കിൾ യാത്ര നടത്തുകയും ചെയ്തു. കണ്ണങ്കോൽ ഊരിലെ കുട്ടികൾക്ക് ഇനി സ്കൂളിലേക്കും കളിയിടങ്ങളിലേക്കും പറക്കാൻ പുത്തൻ സൈക്കിളുകൾ. അതിർത്തി ഗ്രാമമായ ദേലമ്പാടിയിലെ കുട്ടികളുടെ ദുരിതം കണ്ട് അവർക്ക് സൈക്കിൾ എത്തിക്കും എന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനവേളയിൽ വാക്കു നൽകിയിരുന്നു. ആ ഉറപ്പാണ് കളക്ടർ ഇപ്പോൾ നടപ്പിലാക്കിയത്. സൈക്കിൾ സമ്മാനിക്കുക മാത്രമല്ല, ഊരിലെ വഴികളിലൂടെ കുട്ടികൾക്കൊപ്പം സ്വയം സൈക്കിൾ ചവിട്ടി കളക്ടർ യാത്ര ചെയ്തപ്പോൾ കുട്ടികൾക്ക് കളക്ടറുമായുള്ള അകലം മാഞ്ഞു. കണ്ണങ്കോൽ ഊരിൽ നടന്ന ചടങ്ങിൽ കളക്ടർ സൈക്കിളുകൾ വിതരണം ചെയ്തു. ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. കളക്ടർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ ഗോപാലൻ, വാർഡ് മെമ്പർമാരായ തിമ്മയ്യ, ഐത്തപ്പ, അസിസ്റ്റന്റ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ പ്രസന്ന എന്നിവർ സംസാരിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മധുസൂദനൻ സ്വാഗതവും ST പ്രൊമോട്ടർ ചന്ദ്രശേഖർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ടാബ് വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ചു മുങ്ങിയ കേസിൽ കൊച്ചി സ്വദേശി അറസ്റ്റിൽ. എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. ജൂലൈ 20 വൈകിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൊബൈൽ കടയിൽ നിന്ന് 44,999 രൂപ വില വരുന്ന ടാബ് വാങ്ങിയ പ്രതി ഡിസ്കൌണ്ട് കഴിച്ച് 32,492 രൂപ കാനറ ബാങ്ക് ആപ്പ് വഴി നൽകാമെന്ന് വിശ്വസിപ്പിച്ചു. തുടർന്ന് പണം നൽകാതെ ടാബുമായി കടന്നുകളയുകയായിരുന്നു. കാസർഗോഡ് ടൗൺ SI MTP സൈഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് ടാബ് ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ആവശ്യങ്ങൾ അവകാശങ്ങൾ ആവശ്യങ്ങൾ അവകാശങ്ങൾ ആവശ്യങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ പോരാടാൻ നേടിയെടുക്കാൻ പോരാടാൻ നേടിയെടുക്കാൻ പോരാടാൻ നേടിയെടുക്കാൻ പോരാടാൻ അവസരയേറെ ഉണ്ടെന്നാലും അവസരയേറെ ഉണ്ടെന്നാലും അവസരയേറെ ഉണ്ടെന്നാലും അവസരയേറെ ഉണ്ടെന്നാലും തെരുവിലിറങ്ങാൻ മടിയില്ല തെരുവിലിറങ്ങാൻ മടിയില്ല തെരുവിലിറങ്ങാൻ മടിയില്ല തെരുവിലിറങ്ങാൻ മടിയില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കുക, BSNL അല്ലെങ്കിൽ MTNL പെൻഷൻ പരിഹരിക്കുക, പെൻഷൻ ചാരിറ്റി ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനം FCPA ചെയർമാൻ PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാമല്ലോ, 2004 വരെ നമ്മുടെ രാജ്യത്തെ എല്ലാ സർവീസിലും കേന്ദ്ര ജീവനക്കാരായാലും ഓട്ടോണമസ് ജീവനക്കാരായാലും അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരായാലും അവർക്കെല്ലാവർക്കും തന്നെ അവസാനം വിരമിക്കുമ്പോൾ കിട്ടിയ ശമ്പളം എത്രയാണോ അതിന്റെ 50% പെൻഷനായിട്ട് ലഭിച്ചിരുന്നു. അതൊരു ഇന്നലെ വരെ ജീവിച്ച 50% എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നലെ ജീവിച്ചതിന്റെ പകുതി പണം മാത്രമേ നമുക്ക് പെൻഷനായാൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. പക്ഷേ അതുപോലും കൊടുക്കണ്ട എന്നുള്ളതാണ് 2004 അന്നത്തെ NDA ഗവൺമെന്റ്, വാജ്പേയിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് പുതിയ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവന്നത്. അപ്പൊ അതോടുകൂടി പുതുതായിട്ട് 2004 ശേഷം സർവീസിൽ വന്നവര് എല്ലാവരും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ കീഴിൽ വന്നു. നമുക്കറിയാം, നമ്മുടെ കൂടെ ജോലി ചെയ്ത പല ആളുകളും വിരമിച്ചപ്പോൾ, NPS പെട്ടവർ വിരമിച്ചപ്പോൾ 1000-ഉം 2000 രൂപ പെൻഷൻ കിട്ടുന്ന അവസ്ഥ, 1000-ൽ താഴെ പെൻഷൻ കിട്ടുന്ന അവസ്ഥ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സഖാക്കളായിട്ടുള്ള എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടുള്ള നിരന്തരമായ സമരം നമ്മൾ നടത്തിക്കൊണ്ടുവന്നു. എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തി. NPS വന്നതിന് ശേഷവും നിരന്തരമായ സമരം നടത്തി. പക്ഷെ പല ആളുകളും വിചാരിച്ചത് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2024 തെരഞ്ഞെടുപ്പിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ 400 സീറ്റോടുകൂടി മോദിയുടെ വാക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ 400 പാർ എന്നുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഗവൺമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാതായി. CGPA K കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. P കുമാരൻ നായർ, A ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ K കുഞ്ഞിരാമൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ C വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റാ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. നെഹ്റു കോളേജ് KSU MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലയാണ് ലഹരി ജീവിതമാണ് ലഹരി ധ്വനി എന്ന പേരിൽ നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. MLA ആയതിനുശേഷം കോളേജിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണവും നൽകി. നെഹ്റു കോളേജ് KSU MSF യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലയാണ് ലഹരി ജീവിതമാണ് ലഹരി ധ്വനി എന്ന പേരിൽ നടത്തിയ പരിപാടി തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കലാലയത്തിൽ മാന്യമായി തിരഞ്ഞെടുപ്പ് വന്നാൽ ഇവിടെ UDF വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിദ്യാർത്ഥികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചീമനിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അവിടെ ചെല്ലുന്ന അവസ്ഥ എന്താ? എഞ്ചിനീയറിംഗ് കോളേജാണ്, പക്ഷേ ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെതായിട്ടുള്ള ഒരു വൈബ് അവിടെ ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, നമുക്ക് അങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അവരെ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂരുവിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം, അതാണല്ലോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അതല്ലേ വേണ്ടത്? വളരെ ഫ്രണ്ട്ഷിപ്പോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് ഏറ്റവും മധുരകരമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന, ഭാവിയിൽ പങ്കുവയ്ക്കാനുള്ള ഓർമ്മകളുമായിട്ട് ഇറങ്ങിപ്പോകേണ്ട സ്ഥലമല്ലേ ഈ കലാലയം? അതല്ലാതെ അക്രമം, അടിച്ചമർത്തൽ, ഭീഷണി, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന
അങ്ങനെയാണോ വേണ്ടത്? എടോ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ എല്ലാ സ്ഥലങ്ങളിലും ഈ ചുവന്ന കൊടി തകർന്ന് തരിപ്പണമായിട്ടില്ലേ? നിങ്ങൾ ഈ ഭീഷണിപ്പെടുത്തി എത്ര കാലം കോട്ടയും കൊത്തളവുമായി നടന്ന ഏത് പ്രദേശത്താ ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളത്? ഇന്ത്യയിലെ ഒരു അരമൂടി സംസ്ഥാനത്ത് പോലും ബാക്കിയില്ല. MLA ആയതിനുശേഷം കോളേജിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണവും നൽകി. KSU യൂണിറ്റ് പ്രസിഡന്റ് PV സരിക അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഓഫീസർ KV സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSE SA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുജിത് P നായർ, DCC വൈസ് പ്രസിഡന്റ് PP പ്രദീപ് കുമാർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ കമ്പലൂർ, വാർഡ് കൗൺസിലർ NK സീമ, നാഫി നീലേശ്വരം എന്നിവർ സംസാരിച്ചു. MSF യൂണിറ്റ് പ്രസിഡന്റ് ഫർഹാൻ ഫവാസ് സ്വാഗതവും KSU യൂണിറ്റ് സെക്രട്ടറി ആൽഫ്രഡ് പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് വെള്ളിക്കോത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിനായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ലഹരിയുടെ ഭാഗമായിട്ട് എത്രയോ കുട്ടികളുടെ ഭാവി ജീവിതം നമ്മുടെ നാട്ടിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് അവരുടെ ഭാവി തന്നെ നശിച്ചു പോകുന്നതാണ്. അവരുടെ ഭാവി നശിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകൾ അസ്തമിക്കുക. ഇതൊരു വലിയ വിപത്താണ്. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് മാവുങ്കാൽ പ്രദേശത്തിനകത്ത് ഈ നിങ്ങൾ പറയുന്ന MDM കുറച്ച് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് അറിയും. അതുപോലെ തന്നെ ആനന്ദാശ്രമത്തിൻ്റെ താഴെ ഭാഗത്ത് ഗോവാമൃത്യം മറ്റു കാര്യങ്ങൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിടിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ അറിയപ്പെടുന്ന ആളുടെ ഭാഗമായിട്ട് വിവരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത്തരം കുട്ടികളെ സംബന്ധിച്ച് ഇത് ഉപയോഗിക്കപ്പെടുന്നവർ ഇങ്ങനെ ആദ്യം ചെറിയ മിഠായി കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് അവരെ ആദ്യം സ്വാധീനിക്കുക. ഈ സ്വാധീനിക്കലിൻ്റെ ഭാഗമായിട്ട് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഈ ലഹരി വസ്തുക്കളാണ് കുട്ടികളെ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിനകത്ത്, നമ്മുടെ ടൗണിലൊക്കെ വിൽപ്പന നടത്തുന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വിവേക് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗോവിന്ദൻ നമ്പൂതിരി ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് P വിദ്യാധരൻ, ലയൺസ് ക്ലബ്ബ് പ്രവർത്തകരായ ഡോക്ടർ U കൃഷ്ണകുമാരി, M കൃഷ്ണൻ, VM ജോയ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഹേമമാലിനി സ്വാഗതവും കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി P നാരായണൻകുട്ടി നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേദ്യ ഉദ്ഘാടനം ചെയ്തു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 2025-26 വർഷത്തിൽ ക്ലബ്ബ് പരിധിയിൽ നിന്ന് SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2025-26 വർഷത്തിൽ LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന സദസ്സ് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അനിഷേദ്യ ഉദ്ഘാടനം ചെയ്തു. അവരുടെ തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന രീതിയിലേക്കുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നത്. DYFI ആയാലും യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നു. ആ രീതിയിലേക്കുള്ള സമരമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ കർഷക സമരത്തെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതിനു വേണ്ടിയിട്ടാണ് 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം.
അന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും ആവേശകരമായിട്ടുള്ള സമരത്തിനാണ് അന്ന് ഈ കേരളത്തിനകത്ത് അയ്യങ്കാളി നേതൃത്വം നൽകിയിട്ടുള്ളത്. ക്ലബ്ബ് പ്രസിഡന്റ് കുതിരുമ്മൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK മഞ്ജിഷ മുഖ്യാതിഥിയായി. CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ B ഗംഗാധരൻ, V രാജൻ, AV പവിത്രൻ, CPIM മടിയൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ M നാരായണൻ, ശ്രീജിത്ത് P, CPIM കുളിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി TV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി P സുനിൽകുമാർ സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ A സരോജിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും നടന്നു. പുതിയ സെക്രട്ടറിയായി സുനിൽകുമാർ മടിയനെയും പ്രസിഡന്റായി നാരായണൻ കുതിരുമലിനെയും ഖജാൻജിയായി സരോജിനി മടിയനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സുനാമി ദുരന്ത സാധ്യതയെ നേരിടാനുള്ള യുനെസ്കോ പദ്ധതിയുടെ ഭാഗമായി സുനാമി റെഡി പദ്ധതി വലിയപറമ്പിലെ മാവിലാക്കടപ്പുറത്ത് സംഘടിപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം മോക്ഡ്രില്ലിൽ നിന്ന് ഒഴിവാക്കിയാണ് നടത്തിയത്. സുനാമി ദുരന്ത സാധ്യതയെ നേരിടാനുള്ള യുനെസ്കോ പദ്ധതിയുടെ ഭാഗമായി സുനാമി റെഡി പദ്ധതി വലിയപറമ്പിലെ മാവിലാക്കടപ്പുറത്ത് സംഘടിപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം മോക്ഡ്രില്ലിൽ നിന്ന് ഒഴിവാക്കിയാണ് നടത്തിയത്. ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണം, അതിനായി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ട്രോമ കെയർ, അഗ്നിരക്ഷാ വിഭാഗത്തിലെ സിവിൽ ഡിഫൻസ്, ആശാ വോളണ്ടിയർമാർ, കുടുംബശ്രീ ഭാരവാഹികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകിയത്. ഇതിന്റെ തുടർച്ചയായാണ് മാവിലാക്കടപ്പുറം ഒരേര ബലിക്കളത്തിന് സമീപം മോക്ഡ്രില്ലും നടത്തിയത്. സുനാമിയിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങളാണ് മോക്ഡ്രില്ലിലും ബോധവൽക്കരണത്തിലും നാടിനൊന്നാകെ ഉൾച്ചേർത്ത് അവതരിപ്പിച്ചത്. കാസർഗോഡ് ADM P ഉദയകുമാർ, കാഞ്ഞങ്ങാട് RTO P സുദീപ്, ഹൊസൂർ തഹസിൽദാർ K രമേശൻ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, വൈസ് പ്രസിഡന്റ് PP മനോജ്, അഗ്നിരക്ഷാസേന തൃക്കരിപ്പൂർ ഓഫീസർ KV പ്രഭാകരൻ, ചന്ദേര SI KP സതീഷ് കുമാർ, PV തുളസിരാജ്, കോസ്റ്റൽ SI M രാജ്മോഹൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ മോഹനൻ, ഡോക്ടർ PH മുബാറക്, ദുരന്ത നിവാരണ അതോറിറ്റി കോർഡിനേറ്റർ അഹമ്മദ് ഷെഫീഖ്, കാസർഗോഡ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K ശ്രീജേഷ്, ഹസാദ് അനലിസ്റ്റ് PV ശില്പ, വലിയപറമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ N മോഹനൻ, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മോക്ഡ്രില്ലിന്റെ ഭാഗമായി. ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ അതിൽ പറയാനുള്ളത് എല്ലാവരുടെയും പങ്കാളിത്തം അതിൽ വളരെ പ്രശംസനീയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അപ്പം ഇതിൽ ടോട്ടൽ 45 പേഷ്യൻറ്റിനെ നമ്മുടെ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 14 ആണുങ്ങളും 31 ഫീമെയിൽ കാഷ്വാലിറ്റീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ റെഡ് എന്ന് പറഞ്ഞാൽ തീരെ ആവശ്യമായി കൊണ്ടുവന്ന 8 ആൾക്കാർക്ക് നമ്മൾ 5 പേർക്ക് CPR കൊടുത്ത് റിട്രീവ് ചെയ്തിട്ടുണ്ട്. ദുരന്തം സംഭവിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ദുരന്തങ്ങൾ ഈ കടൽ തീരത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പം അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നത് നിങ്ങൾ ഓരോരുത്തരെയും പറഞ്ഞ് മനസ്സിലാക്കി, അതായത് നമുക്കൊരു തിയറി ക്ലാസ് അതിനൊരു പരിമിതിയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്കും ഒരു പരിമിതിയുണ്ട്. അപ്പം അതിൽ നിന്ന് വിഭിന്നമായി ഒരു പ്രാക്ടിക്കൽ സെഷൻ, ഒരു അപകടം അത്യാഹിതം സംഭവിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം, ആ അത്യാഹിതത്തിൽ നിന്ന് മറ്റുള്ളവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ സെഷനായിരുന്നു നിങ്ങൾക്കിവിടെ നോക്കുന്നത്. കേരളത്തിലെ 9 ജില്ലകളിലാണ് ഇത്തവണ സുനാമി റെഡി നടത്തുന്നത്. വലിയപറമ്പിൽ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ പദ്ധതി നടന്നത്. 2022 മുതൽ വലിയപറമ്പ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മോക്ഡ്രിൽ നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിംഗ് സെന്ററിൽ ഓണാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. ചിങ്ങപ്പുലരിയെയും മാവേലിയെയും വരവേറ്റുകൊണ്ട് കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ ഓണാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. ആഘോഷ ചടങ്ങുകളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ 30 വർഷത്തോളം സംഗീത അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ദേശീയ സംസ്ഥാന അധ്യാപക ജേതാവ് കൂടിയായ ജനജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന വിപത്തുകൾക്കെതിരെ പലപ്പോഴായി സംഗീതയാത്രകൾ നടത്തിയിട്ടുള്ള ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. എന്തായാലും ഒരു 5 മിനിറ്റെങ്കിലും ആ വാഹനം വരും എന്നുള്ളതാണ്. ആദ്യത്തെ
കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ 8:30 എത്തും മാഷെ എന്ന് പറഞ്ഞിട്ട് 8:30 മുമ്പേ വണ്ടി കൊണ്ട് വീടിന്റെ മുമ്പാകത്ത് അദ്ദേഹത്തിന്റെ പേര് സിനാൻ എന്നാണ്. എല്ലാവരും എന്തൊരു കിച്ചൻ ഇഷ്ടമാണ് എന്നുള്ളതാണ്. കാരണം അധ്യാപകർക്ക് പോലും അത്ര ഇല്ല. നമ്മുടെ 10 മണിക്ക് സ്കൂളെത്തണമെന്ന് പറഞ്ഞാൽ ചില അധ്യാപകരും ഇങ്ങനെയാണ്. ശോഭിക ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ, ഇർഷാദ് ഫജർ എന്നിവർ ചേർന്ന് വിഷ്ണു ഭട്ട് മാഷിന് മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. ഷോറൂം മാനേജർ മൻസൂർ പരിപാടിയിൽ പങ്കെടുത്ത് സ്വാഗതം പറഞ്ഞു. നമ്മളിവരെ പറയാം ശോഭികയുടെ ഭാഗമായ ജീവനക്കാർ, അവരെ സ്റ്റാഫെന്ന് പറയാൻ പറ്റില്ല, ശോഭികയുടെ ഭാഗമാണ്. നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ എനർജി. നമുക്കറിയാം മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അത് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡയറക്ടേഴ്സ് മുതൽ ആരായിക്കോട്ടെ, താഴേക്കിടയിൽ ഏറ്റവും താഴേക്കിടയിലെ ജീവനക്കാർ വരെ ഇന്ന് ഉപയോഗിച്ച ഡ്രസ് കോഡ് അത് ഡയറക്ടേഴ്സിന് കുറച്ച് ഉയർന്നതും താഴേക്കിടയിലുള്ളവർക്ക് താഴെയുള്ളതും മതി എന്ന് ഇവർ തീരുമാനിച്ചില്ല. അവിടെയാണ് ശോഭികയുടെ വിജയം. ഡയറക്ടർമാരായ ഷിഹാബ് കല്ലിൽ, ഇർഷാദ് ഫജർ, ബിഗ്മാൾ ഡയറക്ടർ ഷംസു പാലക്കി എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത വിഷ്ണു ഭട്ട് മാഷിന്റെ നർമ്മം കലർന്ന സംസാരവും ശോഭികയെക്കുറിച്ചുള്ള ഇമ്പമാർന്ന ഗാനവും എല്ലാവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. കൂടാതെ മാസ് ഗ്രൂപ്പിലെ ഷാജി കാഞ്ഞങ്ങാടിന്റെ ഗാനവും ശോഭിക സ്റ്റാഫിന്റെ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. HR എക്സിക്യൂട്ടീവുമാരായ ശ്രീജയും സുകന്യയും ജിഷ്ണയും പ്രോഗ്രാം നിയന്ത്രിച്ചു. കൂടാതെ പ്രദേശവാസികളെ കൂടി പങ്കെടുപ്പിച്ചുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. ഫ്ലോർ സൂപ്പർവൈസർ അമീഷിന്റെ നന്ദി പ്രകാശനത്തോടുകൂടി പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം.
ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. ഈ ഓണം നിക്ഷനോളം. കണ്ടതിലും കേട്ടതിലും കൂടുതൽ ഓഫറുകളും ആകർഷകമായ ആനുകൂല്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 4 ഹുണ്ടായി എക്സ്റ്റർ കാറുകൾ, 2 അൾട്രാ വയലറ്റ് X47 ബൈക്കുകൾ, 4 ഏതർ റിസ്റ്റ സ്കൂട്ടറുകൾ. ഇതുമാത്രമല്ല, നിരവധി ഓഫറുകളും ആനുകൂല്യങ്ങളും. ഈ ഓണം നിക്ഷനോളം. ഇന്ന് തന്നെ അടുത്തുള്ള ഷോറൂം സന്ദർശിക്കൂ. വാർത്തകൾ തുടരുന്നു. അംഗൻവാടിയിലേക്ക് ജലശുദ്ധീകരണ ഉപകരണം നൽകി രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരി UAE കമ്മിറ്റി. വാർഡ് മെമ്പർ ദീപ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ജലജന്യ രോഗങ്ങളും മറ്റും തടയുന്നതിനായി അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് ശുദ്ധജലം നൽകുന്നതിനായി രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരി UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജലശുദ്ധീകരണ ഉപകരണം നൽകി. കൊട്ടിലങ്ങാട് അംഗൻവാടി, രാമഗിരി അംഗൻവാടി എന്നിങ്ങനെ 2 അംഗൻവാടികളിലേക്കാണ് ഉപകരണം നൽകിയത്. വാർഡ് മെമ്പർ ദീപ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. UAE കമ്മിറ്റി എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്തായിട്ടും ഈ കാര്യം ചെയ്യണം. നമ്മളെ കുട്ടികളാണ്, ഒരുപാട് രോഗങ്ങൾ പിടിക്കുന്ന സംഭവമാണ് വെള്ളത്തിലൂടെ. അപ്പോൾ അതിന് പ്രതിവിധി എന്നുള്ള രീതിയിൽ ഈ ആഗസ്റ്റ് 15 ഇത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിവിടെ എത്തിച്ചേർന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ഇത്രയൊന്നും പ്രതീക്ഷയില്ല. വളരെ സന്തോഷമുണ്ട് ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ. ഇത് കൊടുക്കാൻ പറ്റിയതിൽ കലാകാര സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ സെക്രട്ടറി അപ്പോട്ടും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാകുമ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. വളരെ സന്തോഷം. വെള്ളത്തിൻ്റെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ പിഞ്ചു കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിന് ശരിയായ ഇപ്പോഴത്തെ കാലാവസ്ഥയെ അനുസരിച്ചിട്ട് പല രോഗങ്ങളുള്ള സമയമാണ്. പക്ഷേ ഇതിനെ ഒന്ന് പ്രതിരോധിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ സംവിധാനം ആവശ്യമാണ്. അപ്പോൾ മറ്റുള്ളൊരു വഴി നമുക്കില്ലാത്ത രീതിയിലാണ് നമ്മൾ ബന്ധപ്പെട്ട UAE കമ്മിറ്റിയായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ ഈ സംസാരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എനർജിയോട് കൂടി തന്നെയാണ് അവർ ഇതിനെ പ്രതികരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 2 അംഗൻവാടിയിലേക്കും ഫിൽറ്റർ ഏർപ്പെടുത്തി തരാമെന്നുള്ള ഒരു സമ്മതം അവരുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചു. അത് പ്രകാരം ഇന്ന് അവർ ഇവിടെ ഫിൽറ്റർ അംഗൻവാടിയിൽ വിതരണം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. സെക്രട്ടറി ശ്രീത്ത് ഇങ്ങനെ ഒരു കാര്യം UAE കമ്മിറ്റിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി ഒരു 2 മാസം മുമ്പ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എക്സിക്യൂട്ടീവ് ചേരുകയും നമ്മളൊരു ഇതായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ 2 അംഗൻവാടിയിലേക്ക് ഏകദേശം ഒരു 10,000 രൂപയിലുള്ള ചിലവ് വരുന്ന സംഭവം ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ എക്സിക്യൂട്ടീവ് ചേരുകയും അത് നമ്മൾ മെയിൻ ഗ്രൂപ്പിലായിട്ട് പാസ്സാക്കുകയും നമ്മളിപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് വെക്കേഷൻ വന്ന സമയത്ത് കൊടുക്കാനുള്ള തീരുമാനത്തെത്തുകയും നമ്മൾ ഇന്നലെ പോയി പ്യൂരിക്കുന്ന പോയി അതിൻ്റെ നല്ല നമ്മൾ ചെറിയ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ്റെ തന്നെ വേണം. സാധാരണ കുറേ കിട്ടുന്നുണ്ട്, എന്നാലും നമുക്കൊരു അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ്റെ നല്ലൊരു സാധനം കൊടുക്കണമെന്നില്ല. കാരണം ചെറിയ കുഞ്ഞുമക്കളാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. തുടർന്ന് ഉദ്ഘാടകയും ഭാരവാഹികളും ചേർന്ന് അംഗൻവാടി ടീച്ചർക്ക് ഉപകരണം കൈമാറി. UAE കമ്മിറ്റി സെക്രട്ടറി സന്തോഷ്, പ്രസിഡന്റ് സുനിൽ വേങ്ങച്ചേരി, ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത്, പ്രസിഡന്റ് K ഷിബു, PV കുഞ്ഞിരാമൻ, K ദാമോദരൻ, K ബാലകൃഷ്ണൻ, മഹേഷ് കുണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഫൈനാൻസ് സൊസൈറ്റി ജനറൽ ബോഡി യോഗവും അംഗത്വ പാസ് വിതരണവും നടന്നു. വേലാശ്വരത്ത് പുതുതായി രൂപം കൊണ്ട വേലാശ്വരം ഫൈനാൻസ് സൊസൈറ്റിയുടെ ഇടക്കാല ജനറൽ ബോഡി യോഗവും അംഗത്വ പാസ് വിതരണവും വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ, നാടക സംവിധായകനും നടനുമായ രമേശ് മടിയന് ആദ്യ അംഗത്വ പാസ് വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപക്ഷെ നമുക്കില്ലാതെ പോകുന്നതാണ്, സാഹചര്യങ്ങൾ നമുക്കില്ലാതെ പോകുന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴി തിരിച്ചുവിടുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ ചിത്രകലയുടെ മേഖലയിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പരിസരവും എൻ്റെ ചുറ്റുപാടും എൻ്റെ വീട്ടിൻ്റെ ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛനെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അപ്പം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് എന്തോ ഒരു ഭാഗ്യത്തിന് ചിത്രത്തിൻ്റെ ഏതോ ഒരു അംശം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരികയും പുല്ലൂർ സ്കൂൾ പോലുള്ള ഒരു സ്കൂളിൽ കുഞ്ഞമ്പൂ മാഷിനെ പോലുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടാവുകയും അദ്ദേഹം എന്നിലുള്ള ഒരു ചിത്രകാരൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അദ്ദേഹം നമ്മുടെ ഈ കലോത്സവത്തിന് സാഹിത്യ സമാജത്തിന് അന്ന് നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ട് മാഷ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്താണ് നമുക്കെന്തോ ഒരു വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും, പക്ഷെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അന്ന് സമ്മാനം കിട്ടിയ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഇന്ന് വേറെ മേഖലയിലാണ്. അന്ന് സമ്മാനം കിട്ടാത്ത ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സാഹചര്യമാണ്. നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന നമ്മൾ ജീവിച്ചു പോകുന്ന നമ്മുടെ സാഹചര്യവും നമുക്കുണ്ടാവുന്ന സന്ദർഭവുമാണ് എന്നുള്ളതാണ്. ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് KV സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി നവംബർ അവസാന വാരത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കാൻ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി A. പ്രകാശൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിനു പെരളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് 11 വർഷം പൂർത്തിയായി. ചിട്ടി ഫണ്ട് ഡേയുടെ ഭാഗമായി കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. നിരവധി ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കാഞ്ഞങ്ങാട് ബ്രാഞ്ച് 11 വർഷം പൂർത്തിയായി. ചിട്ടി ഫണ്ട് ഡേയുടെ ഭാഗമായി കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് അനീഷ് കുമാർ P ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പയ്യന്നൂര് സബ് രജിസ്ട്രാറായി വരുമ്പോൾ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. പയ്യന്നൂർ ബ്രാഞ്ചിലെ ചിട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്തത് ഞാനാണ്. അതിനുശേഷം ഞാൻ 4.5 വർഷം ഉദുമ സബ് രജിസ്ട്രാറായിരുന്നു. ഉദുമയിൽ നിരവധത്തിൻ്റെ ശാഖയില്ല. അതിനുശേഷം ഈ ഒക്ടോബർ മുതൽ ഞാൻ ഹോസ്ദുർഗ് സബ് രജിസ്ട്രാറായിട്ട് വന്നു. സബ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെസിഗ്നേഷൻ സബ് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ ഭൂമി രജിസ്ട്രേഷന് സബ് രജിസ്ട്രാർ, ചിട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് പ്രത്യേക ഡെസിഗ്നേഷനാണ്, പ്രത്യേക ഓഫീസിലും സീലുമാണ്. അതുപോലെ മാരേജ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാരേജ് ഓഫീസർ പ്രത്യേക, ഓരോന്നും ഓരോ കേന്ദ്ര നിയമത്തിൻ്റെയാണ്. രജിസ്ട്രേഷൻ ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ് രജിസ്ട്രേഷൻ. അതുപോലെ ചിട്ടി ചെയ്യുമ്പോൾ ചിട്ടി ഫണ്ട് ആക്ട്, അതും ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് ഏത് ഉദ്യോഗസ്ഥനെയാണോ രജിസ്ട്രാറായി നിയമിക്കുന്ന അയാളാണ് ഈ ചിട്ടി രജിസ്റ്റർ ചെയ്യുന്നത്. അത് ചിട്ടി ഫണ്ട് ആക്ട് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് സബ് രജിസ്ട്രാർമാരെയാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് ചിറ്റ്സ് ആയിട്ട് നിയമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ KSFയും പ്രൈവറ്റ് ചിട്ടികളുടെയും രജിസ്ട്രേഷൻ നടത്തുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ്. അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യ ഒട്ടുക്ക് ബാധകമായ നിയമമാണ്. അത് പ്രകാരം മാരേജ് ഓഫീസറായിട്ട് നിയമിച്ചത് സബ് രജിസ്ട്രാറെയാണ്. ആ നിയമപ്രകാരം കല്യാണവും അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. റിട്ടയർഡ് കേരള ബാങ്ക് സെക്ടർ ആൻഡ് ചീഫ് മാനേജർ കുഞ്ഞികൃഷ്ണൻ KPK അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സുധീഷ് കൃഷ്ണൻ K മുഖ്യാതിഥിയായി. നാഗരാജ് M, സിജോ അമ്പാട്ട്, അശോകൻ NP എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രാജേഷ് M സ്വാഗതവും സോണി ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓണാഘോഷം 2026 സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടന്നത്. ഹോസ്ദുർഗ് ബാങ്ക് ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതാണ് കേരളത്തിനെ കുറിച്ചുള്ള സങ്കല്പം. സ്വാമി വിവേകാനന്ദൻ ഇതുവഴി കടന്നുപോയപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതെന്താ ഭ്രാന്താലയമാണോ എന്നാണ്. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ കെട്ട കാഴ്ചകൾ കണ്ടിട്ട് ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നാടിനെ ലോകപ്രശസ്തനായ ഡോക്ടർ അമർത്യാസൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, കേരള ഒരു മോഡലാണ് ലോകത്തിന്. കേരള മോഡൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടിയത്, ബിരുദാനന്തര ബിരുദം നേടിയത് വികസിത രാഷ്ട്രമായ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലല്ല, നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ പാഠ്യരംഗത്ത് മാത്രമല്ല, പാഠ്യേതര രംഗത്ത് കൂടി നമ്മുടെ കേരളത്തിലെ കുട്ടികളെ കൈപിടിച്ചുയർത്താൻ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്.
എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ സ്വന്തം കാലം നിൽക്കാൻ കഴിയുന്ന ഒരു ജോലി തേടാൻ, അത് സംഗീത അധ്യാപകരാകാം, നൃത്ത അധ്യാപികയാകാം, അല്ലെങ്കിൽ മറ്റ് കലാ രൂപങ്ങൾ അഭ്യസിക്കുന്നവർ, അവർ നേടിയ കലാ വിദ്യ. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് രഘു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി കലാമണ്ഡലം പ്രീത രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു. ശ്യാമള കുറ്റിക്കോൽ പ്രാർത്ഥന നടത്തി. രാജു മാസ്റ്റർ, സുരേന്ദ്രൻ പട്ടേന, സുധ ടീച്ചർ, നീലേശ്വരം എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. AKDTO ജോയിന്റ് സെക്രട്ടറി പ്രജീഷ് മാസ്റ്റർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന കലാകായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീലേശ്വരം കണിച്ചിറ പുഴയിൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. കണിച്ചിറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ അജിത്തിന്റെ ഭാര്യ നദിയാണ് മരിച്ചത്. മഞ്ചേശ്വരം കാശിമഠം ഗുഡയിൽ വീട്ടമ്മയെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. പരേതനായ യോഗേഷ് പ്രഭുവിന്റെ ഭാര്യ സാവിത്രി പ്രഭുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. കാസർഗോഡ് ടൗണിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇതര സംസ്ഥാന സ്വദേശിയായ മഞ്ജുനാഥ് എന്ന യുവാവാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കണ്ണങ്കോൾ ഊരിലെ കുട്ടികളുടെ ആഗ്രഹം നടപ്പാക്കി കലക്ടർ. സ്കൂളിൽ പോകാൻ സൈക്കിൾ വേണമെന്ന കുട്ടികളുടെ ആഗ്രഹമാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സഫലമാക്കിയത്. ടാബ് വാങ്ങി പണം നൽകാതെ മുങ്ങിയയാൾ കാസർഗോഡ് പിടിയിൽ. കൊച്ചി എടപ്പള്ളി വാസുദേവപുരം പാലസ് സ്വദേശി കിഷോർ ശങ്കറാണ് കാസർഗോഡ് പോലീസിന്റെ പിടിയിലായത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യം. സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.